മരുഭൂമിയിലെ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ നേരിട്ടുകൊണ്ട് അൻഷാദ് നാട്ടിലേക്ക് തിരിക്കുമ്പോൾ അൻഷാദിൻ്റെ കഥ ഒന്ന് കേൾക്കണം. ഏവരെയും ഞെട്ടിക്കും. ഒപ്പം ആടുജീവിതം വായിച്ചവർക്ക് സാമ്യത തോന്നുമെങ്കിലും അതിനെ വെല്ലുന്ന ഒരു ജീവിതകഥയാണ് അൻഷാദ് നേരിട്ടിരിക്കുന്നത്. പട്ടിണി, ക്രൂരമർദ്ദനം, ഉപ്പുവെള്ളം കുടിച്ചത് മൂലമുണ്ടായ അടിവയറ്റിലെ വേദന, മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന മണ്ണിലൂടെ നടന്ന ദൂരത്തിന് കണക്കുമില്ല. അങ്ങനെ അൻഷാദ് ജീവിതകഥ പറയുമ്പോൾ തന്നെ ബെന്യാമിൻ്റെ ആടുജീവിത നോവലിലെ നജീബിൻ്റെയും ഹക്കീമിൻ്റെയും അനുഭവം ഒന്നുമല്ല എന്ന് തോന്നിപ്പോകും. സൗദി മരുഭൂമിയിലെ ദുരിത ജീവിതത്തിൽ നിന്ന് മോചനം നേടി വീട്ടിലെത്തിയ അമ്പലപ്പുഴ കക്കാഴം സ്വദേശി അൻഷാദ് തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞ സ്വന്തം മാതാവും ഒപ്പമുണ്ട്. 2017 ഒക്ടോബർ 17 സൗദിയിൽ ചെന്നിറങ്ങിയത്. വിമാനത്താവളത്തിൽ കഫീൽ കാറുമായി കാത്തു നിന്നിരുന്നു. കണ്ണത്താ ദൂരം നീളുന്ന മരുഭൂമിയിലൂടെ കാർ നീങ്ങിയപ്പോൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുകയുണ്ടായി. കാറോടിച്ചിരുന്ന കഫീൽ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ബഹളം വച്ചാൽ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. 100 കിലോമീറ്ററിലേറെ സഞ്ചരിച്ചാണ് ജോലിസ്ഥലമായ ടെന്റിൽ എത്തിയത് തന്നെ. ഒരു സുഡാനിയും 37 ഒട്ടകങ്ങളുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉപദ്രവിച്ച് കഫീൽ പാസ്പോർട്ട് പിടിച്ചു വാങ്ങി. ഒട്ടകങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പറഞ്ഞു. 25 ഒട്ടകങ്ങളും അവയുടെ 12 കുഞ്ഞുങ്ങളെയുമായിരുന്നു പരിപാലിക്കേണ്ടിയിരുന്നത്. രാവിലെ 7 മണിക്ക് ഒട്ടകങ്ങളുമായി അവയെ തീറ്റാൻ മരുഭൂമിയിലൂടെ 10 കിലോമീറ്റർ ദൂരം നടന്നു പോകണം. ഒട്ടകങ്ങളുമായി തിരികെ എത്തുമ്പോൾ നേരമിരട്ടും. 10 കിലോ മൈദയും 5 കിലോ പരിപ്പുമാണ് ഒരു മാസത്തെ ആഹാരത്തിനായി തരുന്നത്. രാവിലെ നേരത്തെ ഉണർന്ന് ചപ്പാത്തിയും പരിപ്പ് കറിയും വയ്ക്കണം. ചിലപ്പോൾ ഇത് കഴിക്കും മുമ്പ് ഒട്ടകങ്ങൾ നടന്നു തുടങ്ങും. അന്നത്തെ ദിവസം മുഴുവൻ പട്ടിണിയാകും. ടാങ്കറിൽ കൊണ്ടുവരുന്ന ഉപ്പുവെള്ളമാണ് കുടിക്കാനുള്ളത്. ഒരു ടാങ്കർ വെള്ളം 7 ദിവസം ഉപയോഗിക്കണം. കുടിക്കാനല്ലാതെ വെള്ളമെടുത്താൽ കഫീൽ തടയും. ആഴ്ചയിൽ 4 ദിവസം കഫീൽ കാണില്ല. ആ ദിവസം മാത്രമാണ് കുളിക്കാൻ സാധിക്കുക. 3 മാസം കഴിഞ്ഞപ്പോൾ സൗദിയിലുള്ള നാട്ടുകാരനായ സിയാദിന്റെ സഹായത്താൽ രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ കഫീൽ കാറിൽ പിന്തുടർന്നു വന്ന് പിടിക്കുകയാണ് ഉണ്ടായത്. ഒരുപാട് ഉപദ്രവിച്ചു. കമ്പി കൊണ്ട് നടുവിനും തുടയ്ക്കും മുറിവേൽപ്പിച്ചു. ഒരു ദിവസം മുഴുവൻ ആഹാരവും വെള്ളവും നൽകാതെ മുറിയിലിട്ട് പൂട്ടി. പിന്നീട് മൊബൈൽ ഫോണിന് റേഞ്ചില്ലാത്ത ബിജാരിയ എന്ന സ്ഥലത്തേക്ക് മാറ്റി. അതിൻ്റെ സുഡാനി ടെന്റിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ തനിച്ചായി. ഇങ്ങനെ 2 വർഷം പൂർത്തിയായപ്പോൾ കഫീലിനോട് ശമ്പളം ചോദിച്ചെങ്കിലും നൽകിയില്ല. അങ്ങനെ രക്ഷയില്ലെന്ന് ഉറപ്പായതോടെയാണ് കഴിഞ്ഞ മാസം 6 ടെന്റിൽ നിന്ന് കടന്നത്. പക്ഷേ പിന്തുടർന്ന് ആളുകൾ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ശമ്പളം നൽകി നാട്ടിലേക്ക് അയക്കാമെന്ന് എഴുതി വെച്ച കഫീൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. ടെന്റിൽ ചെന്നയുടൻ തൻ്റെ തല പിടിച്ച് മണ്ണിൽ കുത്തി കഫീൽ പ്രതികാരം തീർത്തു. കാർ ഇടിപ്പിച്ചു. ഇനി പുറത്തു പോയാൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അന്വേഷിച്ചെത്തിയത്. സ്റ്റേഷനിലെത്തിയപ്പോൾ കൊല്ലം സ്വദേശി നൌഷാദും ഇന്ത്യൻ എംബസിയുടെ ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടായിരുന്നു. പോലീസ് കഫീലിൽ നിന്ന് ശമ്പളം വാങ്ങി നൽകി. രക്ഷപ്പെടുത്തിയതിൽ നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് ഒരു പ്രമുഖ മാധ്യമത്തോട്. രക്ഷിക്കാനെത്തിയവർ പത്രത്തിലെ വാർത്ത കാണിച്ചപ്പോഴാണ് അവിടുത്തെ പോലീസ് അനുകൂല നിലപാടെടുത്തത് തന്നെ. ഇനി വിദേശത്തേക്കില്ല, ഡ്രൈവർ ജോലി ചെയ്ത് നാട്ടിൽ കുടുംബത്തിനൊപ്പം സന്തോഷമായി കഴിയണമെന്നാണ് അൻഷാദ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.